പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. വി ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, ഇവിടെ ഈ ആനക്കൂട് സന്ദർശിക്കാനെത്തിയ ആ സംഘത്തിലുള്ള കുഞ്ഞാണോ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ജയശങ്കർ? അതായത് ഇന്ന് അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തി ഈ അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമും കുടുംബവും ഈ കോന്നിയിൽ ആനക്കൂട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. അങ്ങനെ ആനക്കൂട് സന്ദർശനം നടത്തുന്നതിനിടെ ഇവിടെയുള്ള ഒരു കോൺക്രീറ്റ് തൂണിൽ ഈ കുട്ടികൾ കളിച്ചു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു തൂണ് ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കുട്ടിയുടെ മേത്തേക്ക് തൂണ് വീണാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. 4 വയസ്സുകാരനായ അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. കുട്ടിയെ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ നിലവിലുള്ള ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 വയസ്സുകാരൻ മരണപ്പെട്ടു എന്നാണ് വിവരം. എന്തായാലും പോലീസും വനംവകുപ്പൊക്കെ ഇതിൽ പരിശോധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രാഥമികമായി തൂണ് കാലപ്പഴക്കം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കേടുപാട് കൊണ്ടാണോ ഇളകി വീണത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നു. സ്ഥലത്തേക്ക് പോലീസ് ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമേ ഉള്ളൂ. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. എന്തായാലും ഈ തൂണിന്റെ കാലപ്പഴക്കമാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ച് ഇനി എല്ലാം പരിശോധനകൾ നടക്കേണ്ടത്. കുട്ടികൾ ഈ തൂണിൽ കളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി. കുട്ടിയുടെ മേത്തേക്ക് മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം അവധി ദിവസമാണ്. അവധി ദിവസത്തിൽ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തി ഈ കുടുംബം ഒരു വിനോദത്തിന് വേണ്ടിയാണ് കോന്നിയിൽ ആനക്കൂട്ടിൽ ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടായത്. രക്ഷിതാക്കളുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു അപകടം എന്നതും അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് അധികൃതർ തന്നെയാണ് ഈ കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും കുട്ടി മരണപ്പെട്ടു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ജയശങ്കർ, തുടരുക. ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഇതാണ് ആ തൂണ്. ഈ ആനക്കൂട്ടിലിന് പുറത്തുള്ള ഒരു തൂണാണ്. അതാണ് ആ കുഞ്ഞിന്റെ ശരീരത്തേക്ക് വീണത്. ഇതിൽ ജയശങ്കർ, ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇളകിയിരുന്നതാണോ? അതിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നോ അവിടെ? അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാണെങ്കിൽ അവിടേക്ക് ആളുകൾ പോകാതിരിക്കുകയൊക്കെയാണല്ലോ ചെയ്യാറ്. അങ്ങനെ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത്. അവിടെ ആ കുഞ്ഞ് അതിൽ പിടിച്ചു കളിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ അതിൻ്റെ ശരീരത്തേക്ക്, 4 വയസ്സുകാരനാണ്, അതിൻ്റെ ശരീരത്തേക്ക് അത് വീണു എന്നാണ് കരുതേണ്ടതല്ലേ? എന്താണ് അവിടെ സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഈ ആനക്കൂട്ടിൽ അതിൻ്റെ ചുമതലയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അവിടെ ഏതെങ്കിലും മറ്റ് അതിൻ്റെ അധികാരികളോ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഇനി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തന്നെ പ്രതികരണം വേണം. എന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യം അറിയാൻ സാധിക്കൂ. കാരണം ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഇനി CCTV ഉൾപ്പെടെ ഉണ്ടോ, ഇനി അതിലെന്തെങ്കിലും കണ്ടെത്താനായി ഉൾപ്പെടെ ഇനി വനംവകുപ്പാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്. കാലപ്പഴക്കം കൊണ്ടാണോ തൂൺ തകർന്നു വീണ ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ തൂണിന്റെ അടുത്ത് പോരുതെന്നുള്ള നിർദ്ദേശമൊന്നും ആനക്കൂട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ സഞ്ചാരികളൊക്കെ ഇതിന് പരിസരത്തു കൂടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. പക്ഷേ ഏത് ഘട്ടത്തിൽ എങ്ങനെ ഈ അപകടം സംഭവിച്ചു സംബന്ധിച്ച് ഇനി 1 മണിക്കൂറുകളിൽ അന്വേഷണം വേണം. എന്തായാലും ഒരു 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കും. മറ്റു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും ഇത് സംബന്ധിച്ചുണ്ടായില്ല. കോന്നിയിലെ ഇക്കോ ടൂറിസം സെന്ററിന്റേതാണ് ഈ ആനക്കൂട്ടിൽ. എന്തായാലും വലിയ തോതിലുള്ള സഞ്ചാരികൾ വരുന്ന ഒരു ദിവസമാണ്, അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. 4 വയസ്സുകാരന് ജീവൻ നഷ്ടമാകുന്നു. ഇതിനടുത്തും സമാനമായ രീതിയിലുള്ള തൂണുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയം സംബന്ധിച്ച ബോർഡുകളൊന്നും ഈ തൂണിന് സമീപത്ത് നിലവിൽ സ്ഥാപിച്ചിട്ടില്ല. ഈ കുട്ടി ഈ തൂണിൽ ചേർന്നുകൊണ്ട് കളിക്കുന്ന ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലൊരു അപകടം പൊടുന്നനെ സംഭവിക്കുന്നത്. ഈ തൂണിന്റെ കാലപ്പഴക്കം തന്നെ ആകാം അപകട കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ പരിശോധനകൾ വനംവകുപ്പിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും നടക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് ലഭിക്കൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വരും മണിക്കൂറിൽ ഉണ്ടാവും. കൃത്യമായ അന്വേഷണം വേണം. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നിലവിൽ ഈ അപകടം പറ്റിയ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബാക്കി ഇനി തുടർ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കൊണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ നിന്നാണ്. അവിടെ ഒരു കോൺക്രീറ്റ് തൂൺ ഇളകി വീണ ഒരു 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.